നമ്മുടെ മാതൃസഭ ഇന്ന് പുതിയൊരു ആരാധനാക്രമ മത്സരത്തിലേക്കും ആരാധനാക്രമ കാലത്തിലേക്കും പ്രവേശിച്ചിരിക്കുന്നു. ഈശോയുടെ മനുഷ്യാവതാരത്തെ കേന്ദ്രീകരിച്ചുള്ള ഈ കാലത്തിലെ പ്രധാന ചിന്തകളെ നമുക്കൊന്ന് മനസ്സിലാക്കാം. സീറോ മലബാർ സഭയുടെ ആരാധനാ മത്സരം ആരംഭിക്കുന്നത് മനുഷ്യാവതാര രഹസ്യത്തെയും അനുസ്മരിക്കുന്ന മംഗളവാർത്ത പിറവിക്കാലങ്ങളോട് കൂടിയാണ്. ഡിസംബർ 25-ാം തീയതി ആഘോഷിക്കുന്ന ഈശോയുടെ തിരുപ്പിറവിയെ കേന്ദ്രമാക്കിയുള്ളതാണ് ഈ കാലങ്ങൾ. തിരുപ്പിറവിക്ക് മുൻപ് 4-ഉം തിരുപ്പിറവിക്ക് ശേഷം 2 ആഴ്ചകളാണ് ഈ കാലത്തുള്ളത്. തിരുപ്പിറവിക്ക് ഒരുക്കമായി ഡിസംബർ 1 മുതൽ 25 വരെ മാർത്തോമാ ക്രിസ്ത്യാനികൾ 25 നോമ്പ് ആചരിക്കുന്നു. ഈശോയിൽ പൂർത്തിയാക്കിയ രക്ഷാകര പ്രവൃത്തി ആരംഭിക്കുന്നത് അവിടുത്തെ ജനനത്തോടു കൂടിയാണല്ലോ. സുറിയാനി ഭാഷയിൽ സുവാറ എന്നാണ് മംഗളവാർത്താ കാലത്തിന്റെ പേര്. പ്രഖ്യാപനം, അറിയിപ്പ് എന്നൊക്കെയാണ് സുവാറ എന്ന പദത്തിന്റെ അർത്ഥം. സുറിയാനി ഭാഷയിൽ യൽദ എന്നാണ് പിറവിക്കാലത്തിന്റെ പേര്. രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുന്ന മാനവ വംശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മംഗളകരമായ വാർത്തയായിരുന്നല്ലോ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യാമറിയത്തെ അറിയിച്ചത്. അങ്ങനെ സമയത്തിന്റെ തികവിൽ പൂർത്തിയായ ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കാലങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അവിടുത്തെ മുന്നോടിയായ യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും അദ്ദേഹത്തിന്റെ ജനനവും അടങ്ങുന്ന മംഗളസംഭവവും ഈ ദിവസങ്ങളിൽ സഭ അനുസ്മരിക്കുന്നു. ഈശോയുടെ മനുഷ്യാവതാര രഹസ്യം കൊണ്ടാടുന്നതിന് ഒരുക്കമായി മനുഷ്യ സൃഷ്ടി, ആദിമാതാപിതാക്കളുടെ അനുസരണക്കേട്, അതിന്റെ അനന്തരഫലങ്ങൾ, അധംപതിച്ച മനുഷ്യവംശത്തിന്റെ പരിതാപകരമായ അവസ്ഥ, ദൈവം നൽകിയ രക്ഷയുടെ വാഗ്ദാനം, മാനവവംശവുമായി അവിടുന്ന് ചെയ്ത ഉടമ്പടി, രക്ഷകനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ എന്നിവ മംഗളവാർത്താ കാലത്തിൽ അനുസ്മരിക്കുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവിന് രക്ഷാകര ചരിത്രത്തിലുള്ള വലിയ പങ്ക് ഈ കാലത്തിൽ നാം ചിന്താവിഷയമാക്കുന്നു. രക്ഷകന്റെ അമ്മയായ മറിയത്തിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് ഈ കാലത്തിലാണ്. ഈശോയുടെ തിരുപ്പിറവിയും ജ്ഞാനികളുടെ സന്ദർശനവും ഈജിപ്തിലേക്കുള്ള പലായനവും ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന സംഭവവും ബാല്യവുമാണ് പിറവിക്കാലത്തിന്റെ പ്രധാന ചിന്താവിഷയം. ദൈവപുത്രന്റെ ജനന ഭൂവാസികളും സ്വർഗവാസികളും സന്തോഷത്തിലാറാടി. എന്തുകൊണ്ടെന്നാൽ രക്ഷയുടെ ആകാശകിരണങ്ങൾ ഉദയം ചെയ്തു. ലോകത്തിന് കൈവന്ന ഈ സൗഭാഗ്യത്തിൽ പങ്കുപറ്റാനുള്ള ആഹ്വാനമാണ് മംഗളവാർത്ത പിറവിക്കാലങ്ങൾ നൽകുന്നത്. സൗഭാഗ്യത്തിൽ പങ്കുപറ്റുക എന്നാൽ മിശിഹായെ സ്വന്തമാക്കുകയെന്നാണ്. പാപികൾക്ക് വേണ്ടി മരിച്ച് മിശിഹായെ സ്വന്തമാക്കി സമാധാനത്തിന്റെ പ്രത്യാശയും ഉൾക്കൊള്ളുവാൻ പിറവിക്കാലത്തിലെ വായനകൾ അനുസ്മരിപ്പിക്കുന്നു. സ്വന്തം ദയനീയാവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരായി രക്ഷകന് വേണ്ടി ദാഹിച്ച് പഴയ നിയമ ജനതയെ പോലെ പുതിയ നിയമ ജനത തങ്ങളുടെ നിസ്സഹായ അവസ്ഥയും പാപ സാഹചര്യങ്ങളും മനസ്സിലാക്കി മിശിഹായിലേക്ക് നടന്നെടുക്കണമെന്നും മിശിഹായ്ക്ക് പിറക്കുവാൻ തങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നൽകണമെന്നും മംഗളവാർത്ത പിറവിക്കാലത്തിലെ വിശുദ്ധ ഗ്രന്ഥ വായനകളും പ്രാർത്ഥനകളും ഗീതങ്ങളും നമ്മെ അനുസ്മരിപ്പിക്കുന്നു.